വനർലുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കുറച്ച് ഷെയ്ഡിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ വീഡിയോ ഇങ്ങനെ താമസിക്കാൻ കാര്യം നമ്മുടെ ഓയിലിൻ്റെ വർക്കും എപ്പോഴും ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഓയിൽ വാട്സപ്പിൽ ബുക്ക് ചെയ്യുന്നവർ വാട്സപ്പിൽ ഗൂഗിൾ പേയിൽ ക്യാഷ് ഇട്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും അഡ്രസ്സും മാത്രം തന്നാൽ മതി. നിങ്ങൾ ഓരോരുത്തരും വീണ്ടും എന്നെ വിളിക്കരുത് ദയവ് ചെയ്ത്. അപ്പോൾ ഞാൻ ഈ ഫോൺ എടുക്കണം, പിന്നെ നമ്മൾ കുറച്ച് നേരം സംസാരിക്കും. നിങ്ങൾ വോയിസ് ഇട്ടു, ഞാൻ എപ്പോഴും കേൾക്കാൻ തയ്യാറാണ്. നമ്മൾ ഓയിലിൻ്റെ അഡ്രസ്സ് എഴുതാനായിട്ട് രാവിലെയും വൈകിട്ടും ഞാൻ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മെസ്സേജ് നോക്കി ഞാൻ വായിച്ച് റിപ്ലൈ തന്നുകൊണ്ടും ഈ അഡ്രസ്സ് എഴുതിക്കൊണ്ടും കൂടിയാണ് ഇരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ വിളിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ജോലികൾ എൻ്റെ പെൻഡിങ് ആകുന്നു. പിന്നെ ജോലികളുടെ ഇടയ്ക്ക് വന്ന് ഫോൺ എടുത്ത് സംസാരിക്കേണ്ടി വരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട്, ആരും ഫോണിനകത്ത് വിളിക്കരുത്, ദയവ് ചെയ്ത് വിളിക്കരുത്. വിളിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പിന്നെ എൻ്റെ ഓയിൽ വാങ്ങിക്കുന്നവരെല്ലാം വീണ്ടും 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 വാങ്ങിക്കുന്നവരാണ്. വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നവർ പറഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ടാണോ, ഇപ്പം എൻ്റെ അനിയത്തിക്കാണ്, എൻ്റെ മോൾക്കാണ്, അല്ല എൻ്റെ മരുമോക്കാണ്, അല്ല എൻ്റെ അങ്ങനെ പറഞ്ഞ് വാങ്ങിക്കുന്നവരാണ് കൂടുതലും ആൾക്കാർ. അപ്പം അഡ്രസ്സ് ഞാൻ മേളിൽ തന്നെ ഡിലീറ്റ് ആക്കാതെ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചിലരുടെ അടുത്ത് ഞാൻ പറയും, അഡ്രസ്സ് തരണ്ട, അഡ്രസ്സ് മേളിലുണ്ട്, ക്യാഷ് ഇട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് മാത്രം മതി, എനിക്ക് ഓരോരുത്തരുടെയും ഗൂഗിൾ പേ പോയി നോക്കാൻ ടൈമില്ല. അപ്പോൾ ഞാൻ വാട്സപ്പിൽ ഗൂഗിൾ പേയിൽ ക്യാഷ് ഇട്ടതിൻ്റെ സ്ക്രീൻഷോട്ടും അഡ്രസ്സും നോക്കി എഴുതി പോകത്തേ ഉള്ളൂ. നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് ഞാൻ പറയുന്ന കാര്യമല്ലേ. അപ്പോൾ ദയവ് ചെയ്ത് ആരും വിളിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്നിൽ എത്രമാത്രം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അപ്പോൾ പിന്നെ ഇങ്ങനെ വിളിച്ചും കൂടെ നമ്മുടെ ടൈമാണ് പോകുന്നത്. ഇപ്പം നിങ്ങൾ ഓർക്കുമായിരിക്കും, യോശുബയെ നേരിട്ടൊന്ന് വിളിച്ച് ഇന്നാണ് ഡൽഹിയിൽ നിന്ന് ഒരാൾ ഞാൻ പറയുന്ന ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്നെ കേൾപ്പിച്ചിട്ട് ഇത് നിങ്ങൾ തന്നെയാണോ എന്ന് വിളിച്ചിട്ട് വരെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഉണ്ടോ? നിങ്ങളെല്ലാവരും എനിക്ക് ഗൂഗിൾ പേ ക്യാഷ് ഇടുക. ക്യാഷ് ഇട്ടിട്ട് എനിക്ക് തേങ്ങാവെണ്ണ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വില വർദ്ധിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഏത് നിമിഷവും നമുക്ക് വില കൂട്ടാൻ ഞാൻ മാക്സിമം നിങ്ങളുടെ അടുത്ത് വില കൂട്ടാതിരിക്കാനായിട്ട് ഞാൻ നോക്കുവാണ്. നമുക്ക് ഇത് തേങ്ങാവെണ്ണ വെളിച്ചെണ്ണയ്ക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തേങ്ങയുടെ വില ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയത്തില്ല, കൂടുതൽ ബോട്ടിൽ ഓരോരുത്തർ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ ക്യാഷ് ഇട്ടതിൻ്റെ സ്ക്രീൻഷോട്ടും അഡ്രസ്സും കണ്ടാം നമുക്ക് ഓയിൽ ഞാൻ അപ്പോൾ തന്നെ. പിന്നെ എന്നെ എല്ലാവരും സഹായിക്കും കേട്ടോ. എൻ്റെ മക്കളാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും എല്ലാവരും സഹായിക്കും. ഇവിടെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും സഹായിക്കും കേട്ടോ. ഇന്ന് സൺഡേ ആയിരുന്നല്ലോ. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ അഡ്രസ്സ് എഴുതുന്നത് വലിയൊരു ഇതല്ലേ. നമുക്ക് അത്ര കറക്റ്റായിട്ടും അത്ര കൃത്യമായിട്ടും ഒക്കെ നമുക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ അടുത്ത് ഓയിലെത്തുമ്പോൾ അതിൻ്റെ അഡ്രസ്സ് കറക്റ്റായിട്ട് നിങ്ങളെ വിളിച്ചൊന്ന് കിട്ടിയില്ലെങ്കിൽ ഉടനെ DTDC എന്നെ വിളിക്കും. അപ്പോൾ ഞാൻ ഫ്രമാന്ന് പറഞ്ഞാലും അവർ പറയും, ഇന്നയാളെ കിട്ടിയില്ല. ഇന്ന് ആസാമിൽ നിന്ന് പ്രദീപ് കുമാർ എന്ന് പറഞ്ഞ ഒരാളെ കിട്ടിയില്ലെന്ന് പറയാം. അയാൾ ഹിന്ദിയാ പറയുന്ന മൊത്തം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് ഞാൻ ഹസ്ബൻഡ് ഓടി വന്ന് ഈ പറയുന്നത് കേട്ടോണ്ട് അങ്ങനെ നമ്മൾ പെട്ടെന്ന് അവരെ വാട്സപ്പിൽ ബന്ധപ്പെട്ടപ്പോൾ വാട്സപ്പ് നമ്പറാണ് തന്നിരിക്കുന്നത്. ദയവേത് എല്ലാവരും വിളിച്ചാൽ കിട്ടുന്ന ഒരു നമ്പർ തരണം. വാട്സപ്പ് നമ്പർ തന്നാൽ പോരാ. വാട്സപ്പിൽ നമുക്ക് 2 പേർക്കേ ബന്ധപ്പെടാൻ പറ്റത്തുള്ളൂ. DTDC വരുന്ന ആൾക്ക് ബന്ധപ്പെടാൻ പറ്റത്തില്ല, അത് ഓർത്തോണം. അപ്പോൾ എല്ലാവരും വിളിച്ചാൽ കിട്ടുന്ന നമ്പർ തരണം. വാട്സപ്പ് നമ്പർ ആരും തരരുത് കേട്ടോ. പിന്നെ എന്താവും ഇതിനെപ്പറ്റി പറയാനുള്ളത്? പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഉപയോഗക്രമം പറഞ്ഞു തരത്തില്ല. കാരണം ഞാൻ വീഡിയോ ഞാൻ പറഞ്ഞു തരത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പിണക്കമുണ്ടായിട്ടോ ദേഷ്യം ഉണ്ടായിട്ടോ ഒന്നുമില്ല. നിങ്ങൾക്കറിയാം, ഒരു പെണ്ണിനെ അറിയത്തുള്ളൂ എന്ന് പറയുന്ന പോലെ നമുക്ക് എന്തെല്ലാം ജോലികളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ അതിനാണ് എപ്പോഴും ഞാൻ ഓരോ വീഡിയോസ്, പിന്നെ നമ്മൾ വേറെ ഓരോ ടിപ്പും കാര്യങ്ങളും പറഞ്ഞു തരുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനെപ്പോഴും ഓയിലിൻ്റെ കാര്യത്തെപ്പറ്റി ഇങ്ങനെ കിടന്ന് പ്രസംഗിക്കുന്നത് എന്തിനാണെന്നറിയുമോ? നിങ്ങൾക്കത് കേൾക്കുമ്പോൾ പക്ഷേ നിങ്ങൾക്കാർക്കും കേൾക്കാൻ സമയമില്ല. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടത്തണം. അതുകൊണ്ട് ഞാൻ വാട്സപ്പിൽ ഇങ്ങനെ എഴുതും, വീഡിയോ പോയി കാണൂ. ഞാൻ മസാജ് ചെയ്യുന്ന രീതിയും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും എല്ലാ കാര്യങ്ങളും ഞാൻ വ്യക്തമായിട്ട് ഒരുപാട് പറഞ്ഞെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് പോയി നോക്കണം. എൻ്റെ അടുത്ത് ഓയിൽ കൈ കിട്ടിക്കഴിയുമ്പോൾ എങ്ങനെയാണ് ശുഭയെ ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കരുത്. പിന്നെ നമ്മുടെ ആ ചെറിയ കുപ്പി, അതിൻ്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊന്നും എല്ലാം ഫുൾ എഴുതാനുള്ള സ്ഥലവും ഇല്ല. അത് നിങ്ങളെല്ലാവരും ഓർത്തോണം. അതിനാണ് ഞാനിപ്പോഴും ഷോർട്സിലും വീഡിയോസിലും ഒക്കെ ഇങ്ങനെ നിങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ചാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ. ഇപ്പം ഞാൻ ഈ DTDCയുടെ കാര്യം പ്രധാനമായിട്ടും പറയണമെന്ന് വിചാരിച്ചു. ആരും വാട്സപ്പ് നമ്പർ തരരുത്. നമ്മുടെ സാധാ വിളിച്ചാൽ കിട്ടുന്ന നമ്പരാണ് വയ്ക്കേണ്ടത് കേട്ടോ.
പിന്നെ ഓയിലിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഈ മുറിക്കകത്തൊരു ഭയങ്കര ഇതാകട്ടോ, ഭയങ്കര ഒരു വെളിച്ചത്തിൻ്റെ നല്ലതായിട്ട് കുറവുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് ഇന്ന് പോവാകട്ടോ. ഒരു ദിവസം വീഡിയോ കണ്ടില്ലെങ്കിൽ സുബി ചേച്ചി എന്തെങ്കിലുമൊക്കെ ടിപ്പ് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞ് വരുന്നവരാണ് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും. പിന്നെ വേറൊരു സന്തോഷ കാര്യമുണ്ട്, 85K ആയി നമുക്കല്ലേ. 85K ആയി, ഒത്തിരി 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 സന്തോഷം കേട്ടോ. ഇന്നലെ രാത്രിയിലാണ് ഞാൻ വെറുതെ ഒരു 9:30 ആയപ്പോഴാണ് കണ്ടത് 85K നമുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനിയും എല്ലാവരും പെട്ടെന്ന് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ചിലർ ശുചിച്ചിക്ക് എന്താ ജോലി എന്ന്. ഞാൻ ബ്യൂട്ടീഷ്യനാണ്, അതുകൊണ്ടാണ് സ്കിന്നിനെ പറ്റിയും ഹെയറിനെ പറ്റിയും ഈ ഓയിൽ ഇത്രയും നിങ്ങൾക്ക് ഗുണകരമായ ഈ ഓയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ അടുത്ത് എത്തിക്കുന്നത്. ഞാൻ 97 പഠിച്ച് പാസ്സായ ആളാണ്. എനിക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പം ഞാൻ വാട്സപ്പിൽ വന്ന് ഓരോരുത്തർ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ, ശുഭ ചേച്ചിക്ക് എന്താ ജോലി, ടീച്ചറാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ ഈ പ്രസംഗം കേട്ടിട്ടായിരിക്കും അല്ലേ നിങ്ങൾ ചിലരൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നാണെന്നറിയാമോ, ഞാൻ മുഖമൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് വന്നിരിക്കുവാണ്. അപ്പോൾ രാവിലെ കുളിച്ചതായിട്ട് ദേഹം കഴുകി. അപ്പോൾ ഒന്ന് ലൈവ് വരാനൊന്നും നേരമില്ല മക്കളെ. ഈ ഓയിലിൻ്റെ കാര്യവും അതും ഇതൊക്കെ ആയിട്ട് ഇനി എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. അങ്ങനെ ഓരോ പണികളൊക്കെ ആയിട്ട് ലൈവ് വരാനൊന്നും നേരമില്ല. ആരും പണം കരുത്, ആരും വെറുക്കരുത്, എല്ലാവരും പഴയ പോലെ തന്നെ സ്നേഹിക്കണം കേട്ടോ. പിന്നെ എന്താ ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്നറിയോ, നമ്മുടെ അലോവേര ജെല്ലാണ് കേട്ടോ. അലോവേര ജെല്ലായിട്ട് കയ്യിലുള്ളവരെ അതിനെക്കാട്ടിലും എനിക്കിഷ്ടം നമ്മുടെ ഫ്രഷ് അലോവേര, നിറച്ച് ജെല്ലുള്ള നമ്മുടെ ഫ്രഷ് അലോവേരയാണ് എനിക്കിഷ്ടം കേട്ടോ. നിങ്ങളെന്നും നിങ്ങളുടെ വീട്ടിൽ, ഞാൻ പണ്ട് മുതലേ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു തണ്ട് അലോവേരയെങ്കിലും എല്ലാവരുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കണം എന്നുള്ള കാര്യം ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നതല്ലേ. അപ്പോൾ ഇതാ ഞാനൊരു അലോവേര കുത്തിച്ചാരി വെച്ച് 2 സൈഡും മുള്ളെല്ലാം കട്ട് ചെയ്ത് നമ്മുടെ സ്കിന്നിലേക്ക് ഞാനൊന്ന് തേച്ച് കൊടുക്കുവാണേ. നമ്മുടെ ഇതെന്തിനൊക്കെയാണെന്നുള്ളത് ഒരുപാട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, അലോവേരയുടെ ഗുണങ്ങളും അലോവേര ജെല്ലിൻ്റെ നമ്മുടെ സ്കിന്നിലുള്ള പ്രാധാന്യം, ഹെയറിലുള്ള പ്രാധാന്യം എല്ലാം നമുക്കറിയാവുന്ന കാര്യം അല്ലേ. പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, നമ്മുടെ രാവിലെയൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ ഇവിടെ കണ്ണിന് താഴെയായിട്ട് വരുന്ന ഒരു തടിപ്പ്, അതെനിക്കും ഉണ്ട് കേട്ടോ. എനിക്ക് നന്നായിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ. ഞാൻ ഇതുണ്ടോ, ഇത് കണ്ടോ, ഇവിടെ 2 എൻ്റെ തടുപ്പുണ്ട് കേട്ടോ. അത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ ഈ അലോവേര ഫ്രിഡ്ജിനകത്ത് വെച്ച്, ഫ്രീസറിലൊന്നും വയ്ക്കണ്ട, ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് അത് രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ തണുപ്പും ഈ അലോവേരയുടെ ഒരു ഇതുമൊക്കെ ആയിട്ട് ഈ പൊങ്ങി നിൽക്കുന്ന ഈ ഒരു സാധനം അങ്ങ് അമങ്ങിപ്പോവും. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കേ. ഞാൻ അങ്ങനെ ചെയ്യും എവിടെയെങ്കിലും പോകാൻ നേരം കേട്ടോ. അല്ല എനിക്ക് സമയം കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കാൻ സമയമില്ലെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലത്. ഇങ്ങനെ ഒന്ന് ഈ അലോവേര തണുത്ത് കഴിയുമ്പോൾ, ഫ്രിഡ്ജ് വെച്ച് തണുത്ത് കഴിയുമ്പോൾ അതാ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുവാണെങ്കിലുണ്ടല്ലോ, നമ്മുടെ ഈ തടിച്ച് നിൽക്കുന്ന ഇവിടെ 2 ഓരോരുത്തരുടെ ഫേസിൻ്റെ ഒരു എന്താ പറയുന്നത്, ഫേസിൻ്റെ ഒരു ഘടനയാണത്. എന്നാലും നമുക്ക് കവളൊക്കെ കൂടുതലുള്ളവർക്ക് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കവൾ കൂടുതലുള്ളവർ മസാജ് ചെയ്യേണ്ട എങ്ങനെയാണെന്നും കവൾ കുറവുള്ളവർ മസാജ് ചെയ്യേണ്ട ഒക്കെ എങ്ങനെയാണെന്ന് ഞാൻ ഓയിലിൻ്റെ മസാജ് കാണിക്കുന്നതിനകത്ത് ഞാൻ കാണിക്കുന്നുണ്ടല്ലേ. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ അടിയിലും ഇതാ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല കേട്ടോ. നമ്മുടെ ഐലാഷസൊക്കെ നല്ലതായിട്ട് ഇടതൂർന്ന് വളരും. അങ്ങനെയും കൂടി ഒരു ഗുണമുണ്ട് ഇതിന് കേട്ടോ. അത് കണ്ടോ, ഇങ്ങനെ നമ്മൾ തേക്കുമ്പോൾ ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കണം. പിന്നെ നമ്മുടെ മൂക്കിൻ്റെ 2 സൈഡിലത്തെ കറുപ്പുകളൊക്കെ മാറാൻ നല്ലതാണ് കേട്ടോ. ഇതാ ഇങ്ങനെ ഒന്ന്, പിന്നെ ഈ നല്ല ഗ്ലോ വരും. എന്നും അലോവേരയുടെ ഒരു തണ്ട് കിടക്കാൻ നേരം ഞാൻ മുൻപൊക്കെ എപ്പോഴും ഞാൻ തേക്കുമായിരുന്നു കേട്ടോ. അലോവേരയുടെ ഒരു പീസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ചുണ്ടയിലും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ഓയിലും ഒക്കെ നമുക്ക് നല്ലതാണ് ചുണ്ടയിലും ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. ഇങ്ങനെ നമ്മൾ ഇത് കണ്ടോ, ഇതിങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ ആകിട്ടുന്നത്. പിന്നെ എൻ്റെ ഓയിൽ തേച്ച് ഇപ്പോൾ എൻ്റെ സ്കിന്നിന് നല്ല ഒരു ഇതൊക്കെ ഉണ്ട്. പക്ഷേ എന്നെ കാണുന്ന ആൾക്കാർ പറയും, എൻ്റെ കൂടെ ഇവിടെ കോട്ടയത്ത് പ്രീ ഡിഗ്രിക്ക് പഠിച്ച ഒരു കുട്ടിയെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടേ. അപ്പം അങ്ങ് ഭയങ്കര സങ്കടമായി എന്നെ കണ്ടോട്ട്. എന്നോ കളറായിരുന്നു, എന്തോ മുടിയായിരുന്നു, ഇതെന്ത് എല്ലാം ചോദിച്ചുകൊണ്ടങ്ങ് സങ്കടം വന്നു കേട്ടോ അവർക്ക്, ആ കുട്ടിക്ക് കേട്ടോ. അന്നേരം ഇപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ, ഞാൻ പറഞ്ഞു പ്രായമൊക്കെ മുന്നോട്ട് ചെല്ലുമല്ലേ, അന്നത്തെ പ്രായമല്ലല്ലോ ഇന്ന്. അപ്പോൾ സ്കിന്നിനൊക്കെ ചെറിയ ഇതൊക്കെ ആവും, എന്നാലും എൻ്റെ ഓയിലൊക്കെ തേച്ച് ഞാൻ പഴയതുപോലെ തന്നെ നിർത്തുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അന്നേരപ്പം പറഞ്ഞു എന്നോട്, അയ്യോ അല്ല, പണ്ടായിരുന്നു നല്ല കളറെന്നൊക്കെ. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ എന്താ, ആ പ്രീ ഡിഗ്രി സമയത്തൊക്കെ താഴെ വരെ നിറഞ്ഞു വരും. പിന്നെ ക്വാർട്ടേഴ്സിനകത്ത് വെയിലും മഴയൊന്നും കൊള്ളാതെ ക്വാർട്ടേഴ്സിനകത്തെ ജീവിതമല്ലേ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ പോകുന്നുണ്ട്. ഒരു കുടുംബിനി എന്ന് പറഞ്ഞാൽ
ഒരു കുടുംബത്തിൻ്റെ വീട്ടമ്മയെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അല്ലേ. പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കാൻ, നമ്മുടെ സ്കിന്നിന് ചെയ്ത് കൊടുക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ അലോവേര ഇങ്ങനെ തൂക്കുക, തക്കാളി തൂക്കുക, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മുട്ടയുടെ വെള്ളം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നമ്മുടെ സ്കിന്ന് ടൈറ്റ് ആവാനും, അത് ഞാൻ എപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ള കാര്യം, ആഴ്ചയിലൊന്ന് തേക്കണമെന്ന്. ഇത് കണ്ടോ, നമുക്ക് തേക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ. മുഖത്തിൻ്റെ ഇട്ടാലും കഴുത്തേലും കൂടെ ഇട്ടോണം. ഞാനിപ്പം കഴുത്തേ ഇടുന്നില്ല. കുളിക്കുന്നതിനൊക്കെ മുന്നേ ആണെങ്കിൽ കഴുത്തേൽ ഞാൻ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആകുന്നിടം വരെ ഇതിൻ്റെ ഫുൾ ജെല്ല് നമ്മുടെ സ്കിന്നിലേക്ക് അങ്ങോട്ട് മാക്സിമം അബ്സോർബ് ആകുന്നിടം വരെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ചുണ്ടയിലൊക്കെ നല്ല ജെല്ലുണ്ടായിരുന്നു, തണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഇതാ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്ന കാര്യമാണ്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു ശുഭേ. എനിക്കും ഉണ്ടത്. അത് നമുക്ക് നമ്മുടെ നമ്മൾ കിടന്നിങ്ങനെ ഉറങ്ങുന്ന ഒരു രീതിയൊക്കെ ഇതിനെ ബാധിക്കും. നമ്മൾ നല്ല തണുത്ത അലോവേര നല്ല ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് തലോടി കൊടുത്താൽ മതി. അപ്പം ആ പൊങ്ങി നിൽക്കുന്നത് അങ്ങ് മാറും. നല്ല സുഖമാണ് കേട്ടോ, കണ്ണിൻ്റെ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ. പിന്നെ എല്ലാവർക്കും ഈ അലോവേരയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. എപ്പോഴും ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലേ. നമ്മുടെ പുരികത്തെ പറ്റിയെന്നോർത്തോ നമ്മുടെ കൺപീലിയെ പറ്റിയെന്നോർത്തോ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ താമസിക്കുന്നത് നമ്മുടെ ഓയിലിൻ്റെ വർക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടായിരുന്നു. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നാളത്തേക്ക് കുറേ അധികം ഓർഡറുണ്ട്. അപ്പോൾ എനിക്ക് ഇനിയും അഡ്രസ്സ് എഴുതണം ഇരുന്നിട്ട്. പിന്നെ കുറച്ച് അടുക്കള ജോലിയൊക്കെ ഉണ്ട്, ഇത് മുഖത്തങ്ങ് ഇരുന്നോട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ താമസിച്ച് പോകുന്നതിന് ആരും കാണാതെ ഒന്നും ഇരിക്കരുത്, എല്ലാവരും കാണണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നമുക്ക് 100K ആക്കണം. അതെല്ലാവരും 85K ആയപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ. ഇത് ഞാൻ ഇട്ടിട്ട് നീ കാണിക്കുന്നില്ല, കഴുകിയിട്ട് കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അലോവേര ഫ്രഷ് അലോവേരയാണ്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.